ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെ 5:30 അന്ത്യം. 76 വയസ്സായിരുന്നു. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ കഴിയവെയാണ് മരണം സംഭവിച്ചത്. എറണാകുളം ജില്ലയിലെ ശക്തരായ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിരുന്നു KP ധനപാലൻ. KSUവിലൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പ്രവേശിച്ച ധനപാലൻ KPCC ഭാരവാഹിയായിരുന്നു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ നിന്നുമാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. മുൻ എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KP ധനപാലനാണ് അന്തരിച്ചത്. പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെ 5:00 അന്ത്യം സംഭവിച്ചത്. 76 വയസ്സായിരുന്നു. മുൻപും ശാരീരികമായ അസ്വസ്ഥതകൾ അദ്ദേഹത്തെ അലർത്തിയിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ കഴിയവെയാണ് മരണം സംഭവിച്ചത്. എറണാകുളം ജില്ലയിലെ ശക്തരായ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിരുന്നു KP ധനപാലൻ. KSUയിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പ്രവേശിച്ചത്. തുടർന്ന് KPCC ഭാരവാഹിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ നിന്നുമാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. കോഴിക്കോട് മുൻ മേയറും മുതിർന്ന CPIM നേതാവുമായ TP ദാസൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. കോഴിക്കോട് സഹകരണ ആശുപത്രിയിലായിരുന്നു അന്ത്യം. രോഗബാധയെ തുടർന്ന് അശോകപുരത്തെ വീട്ടിലേറെ നാളായി വിശ്രമത്തിലായിരുന്നു. അസുഖം മൂർച്ഛത്തിനെ തുടർന്ന് രാത്രിയോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. CPIM മുൻ ജില്ലാ സെക്രട്ടറി അംഗമായിരുന്നു. DYFI മുൻ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അന്തരിച്ച മുൻ മന്ത്രി TU കുരുവിളയുടെ സംസ്കാരം നാളെ നടക്കും. ജന്മനാളായ കോതമംഗലം ചോലോടുള്ള സെന്റ് സ്റ്റീഫൻസ് ബെസിലിയ പള്ളിയിലാണ് സംസ്കാരം. ഇന്ന് ഉച്ചയോടെ കൊച്ചിയിൽ നിന്നും മൃതദേഹം വിലാപയാത്രയെ കോതമംഗലത്തേക്ക് കൊണ്ടുപോകും. വൈകിട്ട് 4 മുതൽ വീട്ടിൽ പൊതുദർശനം നടത്തും. നാളെ രാവിലെ മുതൽ കോതമംഗലത്തുള്ള സെന്റ് ഗ്രിഗേറിയസ് ദന്തൽ കോളേജിലും പൊതുദർശനം ഒരുക്കിയിട്ടുണ്ട്. പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംസ്കാരം. ശ്വാസതടസ്സത്തെ തുടർന്ന് കഴിഞ്ഞ മെയ് 12 TU കുരുവിളയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 3 ആഴ്ചത്തെ ആശുപത്രിവാസത്തിന് പിന്നാലെ ഇന്നലെ രാത്രി 9:15 അന്ത്യം സംഭവിച്ചത്. VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. PJ ജോസഫിന്റെ രാജിക്ക് പിന്നാലെയാണ് മന്ത്രിപദത്തിലേക്ക് എത്തിയത്. 2006-2011 വർഷങ്ങളിൽ കോതമംഗലത്തു നിന്നും തുടർച്ചയായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. കേരള കോൺഗ്രസ് മാണി വിഭാഗം വൈസ് ചെയർമാൻ ചുമതലയും വഹിച്ചിട്ടുണ്ട്. അന്തരിച്ച മുൻ മന്ത്രി TU കുരുവിളയുടെ സംസ്കാരം നാളെ നടക്കും. ജന്മനാടായ കോതമംഗലം ചോലോടുള്ള സെന്റ് സ്റ്റീഫൻസ് ബെസിലിയ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കൊച്ചിയിൽ നിന്നും മൃതദേഹം വിലാപയാത്രയെ കോതമംഗലത്തേക്ക് കൊണ്ടുപോകും. വൈകിട്ട് 4 മണി മുതൽ വീട്ടിൽ പൊതുദർശനം നടത്തും. അതിനുശേഷം നാളെ രാവിലെ മുതൽ കോതമംഗലത്തുള്ള സെന്റ് ഗ്രിഗേറിയസ് ദന്തൽ കോളേജിലും പൊതുദർശനം ഒരുക്കിയിട്ടുണ്ട്. പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശ്വാസതടസ്സത്തെ തുടർന്ന് കഴിഞ്ഞ മെയ് 12 അദ്ദേഹത്തെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 3 ആഴ്ചത്തെ ആശുപത്രി വാസത്തിന് പിന്നാലെ ഇന്നലെ രാത്രി 9:15 അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. PJ ജോസഫിന്റെ രാജിക്ക് പിന്നാലെയാണ് അദ്ദേഹം മന്ത്രിപദത്തിലേക്ക് എത്തുന്നത്. 2006-2011 വർഷങ്ങളിൽ കോതമംഗലത്തു നിന്നും തുടർച്ചയായി നിയമസഭയിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗം വൈസ് ചെയർമാൻ ചുമതലയും വഹിച്ചിട്ടുണ്ട്.
തൃശൂർ ചാവക്കാട് തിരുവത്ര കോട്ടപ്പുറത്ത് കോൺഗ്രസ് നേതാവിനെ CPIM പ്രവർത്തകൻ ആക്രമിച്ചതായി പരാതി. DCC മെമ്പറും ചാവക്കാട് കാർഷിക ബാങ്ക് പ്രസിഡന്റുമായ HM നൌഫലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. CPIM പ്രവർത്തകനായ കോട്ടപ്പുറം സ്വദേശി തന്നെ ആക്രമിച്ചതായാണ് പരാതി. പരിക്കേറ്റ നൌഫലിനെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ ചാവക്കാടാണ് ഇത്തരത്തിൽ കോൺഗ്രസ് നേതാവിനെ CPIM പ്രവർത്തകൻ ആക്രമിച്ചതായി പരാതി ഉയരുന്നത്. ചാവക്കാട് തിരുവത്ര കോട്ടപ്പുറത്തെ കോൺഗ്രസ് നേതാവിനെയാണ് CPIM പ്രവർത്തകൻ ആക്രമിച്ചുവെന്ന പരാതി ഉയരുന്നത്. DCC മെമ്പറും ചാവക്കാട് കാർഷിക ബാങ്ക് പ്രസിഡന്റുമായ HM നൌഫലിന് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് എന്ന പരാതി ഉയരുന്നത്. CPIM പ്രവർത്തകനായ കോട്ടപ്പുറം സ്വദേശി ആണ് ആക്രമിച്ചത് എന്നതാണ് പരാതി. പരിക്കേറ്റ നൌഫലിനെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു.